നമസ്കാരം. ഡോക്ടറാകുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെന്ന് മാത്രമല്ല, മെഡിക്കൽ പഠനം ചിലവേറിയ ഒന്നുകൂടിയാണ്. എന്നാൽ ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു 22-കാരൻ സായിപ്പിനെ പോലും പറ്റിച്ച് പണം സമ്പാദിച്ച ഒരു കഥയാണ് ചർച്ചയാകുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്ന പ്രൊഫൈൽ എന്ന വ്യാജേന AI ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇൻഫ്ലുവൻസർ അക്കൗണ്ട് വഴിയാണ് ഒരു ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി ആയിരക്കണക്കിന് ഡോളർ സമ്പാദിച്ചത്. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ അനുഭാവിയായ തോക്കുകളോടും ക്രിസ്ത്യൻ വിശ്വാസത്തോടും താല്പര്യമുള്ള എമിലി ഹാർട്ട് എന്ന സുന്ദരി യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചെടുത്ത ഒരു മായക്കാഴ്ചയായിരുന്നു. ഹോളിവുഡ് നടി ജെന്നിഫർ ലോറൻസിനോട് സാമ്യമുള്ള മുഖവും നേഴ്സ് എന്ന ലേബലും നൽകിയാണ് ഈ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചത്. ഈ പ്രൊഫൈലിൻ്റെ ആരാധകരായി നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊരു വ്യാജ പ്രൊഫൈലായിരുന്നു. ഇന്ത്യയിൽ ഓർത്തോപീഡിക് സർജനാകാൻ പഠിക്കുന്ന സാം എന്ന 22-കാരനായിരുന്നു ഈ എമിലിക്ക് പിന്നിൽ. സാം എന്ന പേര് യഥാർത്ഥമല്ല. പഠനത്തിനിടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ വഴി തേടിയ ഇയാൾക്ക് ഗൂഗിളിൻ്റെ AI ടൂളായ ജെമിനിയാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയത്. പണം ചെലവാക്കാൻ മടിയില്ലാത്ത വിശ്വസ്തരായ ഫോളോവേഴ്സിന് ലഭിക്കാൻ അമേരിക്കയിലെ കൺസർവേറ്റീവ് വിഭാഗത്തെ ലക്ഷ്യം വെക്കാനായിരുന്നു AI നൽകിയ നിർദ്ദേശം. പഠനകാലത്ത് പണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് സാം ഓൺലൈൻ വഴി പണം സമ്പാദിക്കാനുള്ള വഴികൾ തേടിയത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ വിജയിപ്പിക്കാമെന്ന് ഉപദേശം ലഭിച്ചതോടെയാണ് ഈ വലതുപക്ഷ സുന്ദരിയെ സൃഷ്ടിച്ചത്. അമേരിക്കയിലെ പ്രായമായവരും വലതുപക്ഷ രാഷ്ട്രീയ അനുഭാവികളുമായ പുരുഷന്മാരെ ലക്ഷ്യം വെക്കാൻ നിർദ്ദേശം ലഭിച്ചതായും സാം പറയുന്നു. ഇവരുടെ വിശ്വാസം ആർജിക്കുന്നത് എളുപ്പമാണെന്നും പണം ചെലവാക്കാൻ അവർ മടിക്കില്ലെന്നും AI ഉപദേശിച്ചത്രേ. AI ടൂളുകൾ ഉപയോഗിച്ച് ബിക്കിനി ധരിച്ചും തോക്കുകളേന്തിയും മദ്യപിച്ചും ഐസ് ഫിഷിംഗ് നടത്തിയും നിൽക്കുന്ന എമിലിയുടെ ചിത്രങ്ങൾ സാം നിർമ്മിച്ചു. അനധികൃത കുടിയേറ്റത്തിനെതിരായ നിലപാടുകൾ, ക്രിസ്ത്യൻ മതവിശ്വാസം ഉയർത്തിക്കാട്ടുന്ന പോസ്റ്റുകൾ എന്നിവയും ഇതിലൂടെ പങ്കുവച്ചു. ഇതോടെ വലതുപക്ഷത്തിന്റെ കണ്ണിലുണ്ണിയായി എമിലി മാറി. ഓരോ പോസ്റ്റിനും 30 ലക്ഷം മുതൽ 1 കോടി വരെ വ്യൂസ് ലഭിച്ചു തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ 10,000 ഫോളോവേഴ്സിനെയും ഇൻസ്റ്റഗ്രാമിൽ നേടാൻ സാധിച്ചു. തോക്ക് കൈവശം വെക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന സന്ദേശങ്ങൾ, കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പോസ്റ്റുകളായിരുന്നു സാം ഇതിലൂടെ പങ്കുവച്ചിരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ലളിതമായിരുന്നു: ആളുകളെ പ്രകോപിപ്പിക്കുക. ആളുകൾക്ക് താല്പര്യം തോന്നുന്നതും അതേസമയം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രകോപനപരമായ രീതിയിലുമാണ് ഈ പോസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. വിമർശകർ ഇത്തരം പോസ്റ്റുകളിൽ ഇടപെടുന്നത് പോലും അതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നതിനാൽ ഈ രീതി തനിക്ക് ഗുണകരമായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. സമാനമായ രീതിയിൽ ലിബറൽ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു അക്കൗണ്ട് പരീക്ഷിച്ചെങ്കിലും അത് അത്ര വിജയകരമായിരുന്നില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. വൈറലാകുന്ന രാഷ്ട്രീയ പോസ്റ്റുകളെ കൂടുതൽ വേഗത്തിൽ സ്വീകരിക്കുന്ന ചില ഓൺലൈൻ കൂട്ടായ്മകളുണ്ടെന്ന തൻ്റെ അനുമാനത്തെ ഇത് കൂടുതൽ ഉറപ്പിച്ചതായും ഇയാൾ അവകാശപ്പെടുന്നു. ഒരു ദിവസം വെറും 30 മുതൽ 50 മിനിറ്റ് വരെയാണ് ഇതിനായി താൻ ചെലവാക്കിയതെന്നും അയാൾ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിലെ പ്രൊഫഷണൽ ജോലികളിൽ നിന്ന് പോലും ലഭിക്കാത്ത അത്രയും വലിയ തുക വളരെ എളുപ്പത്തിൽ ഇതിലൂടെ ലഭിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ശേഷം ഇലോൺ മസ്കിൻ്റെ ഗ്രോക്ക് AI ഉപയോഗിച്ച് കൂടുതൽ ഗ്ലാമറസ് ആയ ചിത്രങ്ങളും നിർമ്മിച്ചു. ഈ ചിത്രങ്ങൾ ഫാൻവ്യൂ എന്ന പെയ്ഡ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്താണ് ഇയാൾ പണം സമ്പാദിച്ചത്. മാസം തോറും $5,000, ഏകദേശം 4 ലക്ഷം രൂപ ഇത്തരത്തിൽ ഇയാൾക്ക് ലഭിച്ചിരുന്നതായിട്ടാണ് വിവരം. അതേസമയം തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ എമിലി ഹാർട്ടിൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അധികൃതർ നീക്കം ചെയ്തിരിക്കുകയാണ്. എങ്കിലും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും രാഷ്ട്രീയ സ്വാധീനം ചെലുത്താമെന്നുമുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്.